ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിനകത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലായിരുന്നു, വണ്ടി വന്നപ്പോൾ തള്ളിക്കൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ഒന്ന് ട്രയൽ അടിയേക്കാളും മുമ്പ് അതിൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത്, അതേപോലെ ടാങ്കൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ പെട്രോളിൻ്റെ ടാപ്പടക്കം മാറ്റിയതിന് ശേഷമൊക്കെയാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി. ഇഗ്നിഷൻ സ്വിച്ചൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ലൈനൊക്കെ കൊടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയത്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് വണ്ടിയുടെ അത്. കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക പാർട്സുകളും തന്നെ ഡാമേജാണ്. നമുക്ക് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ തീർന്നിട്ടാണ്. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് വലിച്ച് തീർന്ന ഒരവസ്ഥയിലാണ്. സസ്പെൻഷൻ്റെ ബെയറിംഗ് പോയിരുന്നു. അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ റിപ്പയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഓൾറെഡി ബാറ്ററി വണ്ടിയും ഇരിക്കുന്നുണ്ട്, പക്ഷേ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറ്റി നമ്മളിപ്പോൾ ഓൾറെഡി മാറ്റിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹാൻഡലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ കേബിളുകളെല്ലാം തന്നെ കംപ്ലയിൻ്റ് ആണ്. ക്ലച്ച് കേബിൾ, ഐസൊലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ, കീ സെറ്റ് കംപ്ലയിൻറ്റ്, ഡിസ്ക് ബ്രേക്ക് കംപ്ലയിൻറ്റ്. ഡിസ്ക് ബ്രേക്ക് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ കിറ്റ്, അതായത് സിലിണ്ടർ സെറ്റ് മാസ്റ്റർ കിറ്റേപ്പാടി ഡാമേജാണ്. അപ്പോൾ അതൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി പുതിയത് വയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ടിലത്തെ കാളിപ്പർ അസംബ്ലിയുടെ അവസ്ഥ അറിയില്ല, അപ്പോൾ അതൊക്കെ അഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സാധാരണ രീതിയിൽ കാളിപ്പറൊന്നും ഡാമേജ് വരാറില്ല, നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നുള്ളൂ. പിന്നെ ഇതൊക്കെയാണ്, അതായത് ഒട്ടുമിക്ക പാർട്സുകളും തന്നെ ഡാമേജാണ് കേട്ടോ. കീ സെറ്റ് കംപ്ലയിൻറ്റ് നല്ലൊരു എമൗണ്ടിനുള്ള വർക്കാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ പരമാവധി ചിലവ് ചുരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കീ സെറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം, പുതിയതിടേണ്ടതായിട്ട് വരും. പിന്നെ കേബിളുകളെല്ലാം തന്നെ മാറ്റണം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റണം, കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് അത് മാറ്റിയിടണം. പിന്നെ അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് തൽക്കാലം ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മളത് ഒഴിവാക്കാം. ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഒട്ടുമില്ല, ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് എല്ലാം കൂടി വരുമ്പോൾ എമൗണ്ട് കൂടുതലാവുന്നത് കൊണ്ട് അത് തൽക്കാലം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒഴിവാക്കി വിടുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, കാരണം ബ്രേക്ക് ഒട്ടുമില്ല. ബാക്കിലത്തെ ബ്രേക്ക് ഇല്ലാത്ത സിറ്റുവേഷനായിരുന്നു, ബ്രേക്ക് ഇല്ല. അപ്പോൾ നമുക്ക് നിലവിൽ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റി പുതിയിടണം. സസ്പെൻഷൻ്റെ ബെയറിങ് നമുക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ബാക്കിയത്തെ ഈ പറഞ്ഞ കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തേക്കാണ്. അപ്പോൾ അത്യാവശ്യം ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ തന്നെയാണ് ബ്രേക്കിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ തൽക്കാലം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണം. ആ സെൽഫിൻ്റെ കേസ് ചെയ്യണില്ല, ബാറ്ററി നോക്കണില്ല, ബാറ്ററി മാറ്റേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ബാറ്ററി കേസ് ഒഴിവാക്കിയിട്ട് അതൊക്കെയാണ് കേട്ടോ നമ്മൾ പരമാവധിയും ചെയ്യണം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട വർക്കുകൾ ഒഴിവാക്കുക, അതാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലിടാം, നോക്കിയിട്ട് വീഡിയോ കണ്ടു നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.